സോ ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഡിപ്രിസിയേഷൻ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡിപ്രിഷിയേറ്റ് ചെയ്യാണ്. സോ ബേസിക്കലി ഏതൊരു ക്വാണ്ടിറ്റിക്കും അല്ലെങ്കിൽ ഏതൊരു മെഷീന്റെ കേസ് ആണെങ്കിലും ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവിടെ വെയർ ആൻഡ് ടയർ സംഭവിക്കും. ഏറ്റവും നമ്മൾ പറഞ്ഞ പോലെ ബിസ്ക്കറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ കേസ് ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മെഷീൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം അതിന് വെയർ ആൻഡ് ടയർ സംഭവിക്കും. അതായത് ഒബിയസ്ലി മെഷീൻസ് വർക്ക് ചെയ്യുമ്പോഴത്തേനും റൺ ചെയ്യുമ്പോഴത്തേനും അതിനുണ്ടാകാൻ പറ്റുന്ന സ്വാഭാവികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആ ഒരു ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് എനിക്ക് ഈ നാഷണൽ ഇൻകമിൽ അക്കൗണ്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുക? സോ ബേസിക്കലി ഇതിനൊരു കോമൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു പക്ഷേ ഇന്ന് മേടിക്കുന്ന കാർ, 10 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്ന കാർ, ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലി അതിൻ്റെ അകത്ത് ഒന്നും കിട്ടില്ലായിരിക്കും. ഒബ്വിയസ്ലി 10 lakhs ഏതായാലും കിട്ടില്ല. മേ ബി ഇഫ് യു ആർ ലക്കി ഇനഫ് ചിലപ്പോൾ 4-5 ലക്ഷം കിട്ടും. അല്ലെങ്കിൽ മിക്ക കേസുകളിൽ ആരും മേടിക്കാറില്ല, അതിന് വിലയൊന്നും ഉണ്ടാവാറില്ല. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? ഓവർ എ സ്പാൻ ഓഫ് 10 years 10 lakh വാല്യൂ ഉള്ള ഒരു ഗൂഡ് എന്ന് പറയുന്നത് അത് ബേസിക്കലി 0 ആയി മാറുകയാണ്. സോ ഇതിന്റെ വാല്യൂ 10 lakhs നിന്ന് 0 ഓവർ എ സ്പാൻ ഓഫ് 10 years. സോ ഇവിടെ എന്തുകൊണ്ടാണ് ഈ വാല്യൂ ഇങ്ങനെ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത്? അഗെയിൻ ലുക്ക് അറ്റ് ദ ടേം ഡിപ്രിഷിയേറ്റ്. വാല്യൂ ഡിപ്രിഷിയേറ്റ് ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത്? സി ഒബ്വിയസ്ലി ഏതൊരു കാറും ആദ്യം മേടിക്കുമ്പോൾ അതിന് വില ഉണ്ടാവും. കുറച്ചും കൂടെ കഴിഞ്ഞ് യൂസ് ആകുമ്പോൾ തന്നെ വേർ ആൻഡ് ടയർ ആയി, കുറെ മെഷീൻസ് ഒക്കെ പ്രശ്നങ്ങളായി, അങ്ങനെ എഞ്ചിന്റെ പ്രോബ്ലം, അങ്ങനെ കുറെ വേർ ആൻഡ് ടയർ വരും. സോ ഇങ്ങനെ ഇതേ കേസ് തന്നെയാണ് നമ്മുടെ എക്കണോമിയിലും ഓരോ ഗൂഡും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസിന്റെ കേസും. സി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മെഷീൻസ് എന്ന് പറയുമ്പോഴത്തേനും അവർക്കും ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ഇയേഴ്സ് വരെ ഏതൊരു മെഷീൻ ഓടും. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലി ഓരോ വർഷം കഴിയുമ്പോഴത്തേനും അവരുടെ ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞ് കുറഞ്ഞു വരുവാണ്. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഈ വാല്യൂ കുറയുന്ന കോൺസെപ്റ്റിനെ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓർ നമ്മുടെ നാഷണൽ പ്രൊഡക്റ്റിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? ലെറ്റ്സ് സേ ഇൻ എ സിനാരിയോ ഈ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എ ഗ്രോസ് കോൺസെപ്റ്റ്. അതായത് വിത്തൗട്ട് ഡിപ്രിസിയേഷൻ ഞാൻ എന്റെ ഔട്ട്പുട്ട് ഓഫ് എൻ എക്കോണമി മെഷർ ചെയ്യുവാണെങ്കിൽ അത് എന്റെ ഗ്രോസ് ഔട്ട്പുട്ട് ആയിരിക്കും. ഡൊമസ്റ്റിക്കോ ആകാം അല്ലെങ്കിൽ നാഷണലോ ആകാം. സോ ഐ ക്യാൻ റൈറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. സി നിങ്ങളിത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതൊരു പ്രോപ്പർ മെഷർ ഓഫ് ഔട്ട്പുട്ട് അല്ല. കാരണം ഏതൊരു മെഷീനും അതിൻ്റെതായ ഡിപ്രിസിയേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു 100 രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന മെഷീൻ എക്സാമ്പിൾ ഒരു 5 വർഷം കഴിയുമ്പോഴും ഇതേ മെഷീൻ വെച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന്റെ ഇൻകമിന്റെ അകത്ത് നമുക്ക് 100 എഴുതാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ 100 എന്ന് പറയുന്ന ആ മെഷീന്റെ വാല്യൂ കുറഞ്ഞു ചിലപ്പോൾ 50 ആകാം, ചിലപ്പോൾ 20 ആകാം, എങ്ങനെ വേണേലും പോ. സോ ആ ഒരു ഡിപ്രിസിയേഷനും കൂടെ നമുക്ക് അക്കൗണ്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സിനാരിയോ വേറെ ഡിപ്രിസിയേഷൻ ഹാസ് ബീൻ അക്കൗണ്ടഡ്, അങ്ങനത്തെ ഒരു സിനാരിയോയിലെ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷനെ അക്കൗണ്ട് ചെയ്തുകൊണ്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഗ്രോസ് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷനെ അക്കൗണ്ട് ചെയ്യാത്തത്. അതായത് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ GDP മൈനസ് ഡിപ്രിസിയേഷൻ ഇസ് ഈക്വൽ ടു NDP. GNP മൈനസ് ഡിപ്രിസിയേഷൻ ഇസ് ഈക്വൽ ടു NNP. സോ ബേസിക്കലി ഗ്രോസ് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ചെയ്യാത്തതാണ്. അതിനോട് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നൗ എങ്ങനെയാണ് നെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്? സി ഇത് നിങ്ങളുടെ എക്സാമിന് വേണ്ടി വലിയ റിലവൻസ് ഒന്നും ഇല്ലാത്ത ടോപ്പിക്. ആസ് ഫാർ ആസ് യുവർ എക്സാം ഇസ് കൺസേൺ നിങ്ങൾക്ക് ഇത്ര അറിഞ്ഞാൽ മതി, ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ബട്ട് ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ കാറിന്റെ കേസിൽ തന്നെ സി 10 lakhs ഉള്ള ഒരു കാർ 0 rupee വാല്യൂലോട്ട് വരുവാണ് ഒരു 10 വർഷം ടൈം സ്പാനിൽ. അങ്ങനെയാണെങ്കിൽ സി ആദ്യത്തെ വർഷം ഒബ്വിയസ്ലി 9.5, ആദ്യത്തെ വർഷം കഴിയുമ്പോൾ 9.5 lakh ആയിരിക്കും അതിന്റെ വാല്യൂ, 9 lakh. ബട്ട് ഒബ്വിയസ്ലി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിന്റെ ഒരു ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ യൂണിഫോം ആണ്. 10 കൊല്ലത്തിൽ ഇടയിൽ ഇത് ഡിപ്രിസിയേഷൻ സംഭവിക്കുമ്പോൾ എല്ലാ കൊല്ലവും ഓരോ ലക്ഷം അല്ലെങ്കിൽ 50,000 വെച്ചായിരിക്കില്ല ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത്. ചില വർഷം ചിലപ്പോൾ കൂടുതലായിരിക്കും. ഒബ്വിയസ്ലി ആദ്യത്തെ കുറെ വർഷങ്ങളിൽ ഡിപ്രിസിയേഷൻ കുറവായിരിക്കും. കാരണം എന്താ? പുതിയൊരു മെഷീനാണ്, പുതിയൊരു കാറാണ്. ഓരോ പീരീഡ് ഓഫ് ടൈം ലെറ്റ്സ് സേ ഒരു 5 വർഷം ആയപ്പോഴത്തേനും ഇതിന്റെ വാല്യൂ എത്ര 6 ലക്ഷമായിരുന്നു കുട്ടികൾ. പിന്നെ അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ചിലപ്പോൾ അതിന്റെ ഡിപ്രിസിയേഷന്റെ വാല്യൂ ഒരുപാട് കൂടുതലായിരിക്കും. സോ ഒരിക്കലും നമുക്ക് ഇത് അസ്യൂം ചെയ്യാൻ പറ്റില്ല ദീസ് ആർ ഓൾ ഈക്വൽ ഡിപ്രിസിയേഷൻ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് വി ഹാവ് ടു ടേക്ക് ആൻ അസംഷൻ. ഇറ്റ് ഇസ് അസ്യൂംഡ് ദാറ്റ്. കാരണം അല്ലാതെ ഇൻഡിവിജ്വൽ ഓരോ മെഷീനും എത്രത്തോളമാണ് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത് ഓരോ വർഷത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ വാട്ട് വി ഡു ഇസ് ഒരു പെർട്ടിക്കുലർ ഗൂഡിന്റെ ഇനിഷ്യൽ വാല്യൂ എടുക്കുന്നു, നമ്മൾ ഫൈനൽ വാല്യൂ എടുക്കുന്നു. അതായത് 10 lakh നിന്ന് 0 വരെ പോകുന്നുണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് 10 years, വിച്ച് മീൻസ് ഒരു വർഷം അവിടെ 1 lakhന്റെ ഡിപ്രിസിയേഷൻ ആണ് നടക്കുന്നത്.
So we are assuming that the depreciation is uniform. This is the only way where you can account this. ഇങ്ങനെയാണ് ഈ ഒരു ഡിപ്രിസിയേഷനെ അക്കൗണ്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഒരു മെഷീന്റെ കേസാണ്. ഇതേപോലെ എത്ര മെഷീൻസ്, എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് അവർക്ക് സംഭവിക്കാവുന്ന ഡിപ്രിസിയേഷൻ, ഇതെല്ലാം കൂടെ അക്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ NNP and GNP-ലോട്ട് എത്തുന്നത്. സോ ബേസിക്കലി നിങ്ങൾ ഇവിടെ നോക്കിയാൽ നമ്മളിപ്പോ സംസാരിച്ച 4 കോൺസെപ്റ്റ് ഉണ്ട്. വൺ ഇസ് GDP, സെക്കൻഡ് ഇസ് NDP, GNP, NNP. ഇവിടെ വരുമ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഇൻകം അക്കൗണ്ടിങ്ങിന്റെ 4 കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ 4 കോൺസെപ്റ്റ്സിൽ എന്റെ നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യാൻ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഏതാണെന്നാണ്. ഓബ്വിയസ്ലി നിങ്ങൾക്കറിയാം GDP എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പറിൽ കേട്ടിട്ടുള്ളത്, ഇൻഫാക്ട് എല്ലാ ദിവസവും കാണുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഗ്രോസ്, GDP എന്ന് പറയുമ്പോൾ ഗ്രോസ് ആണ്. സോ ബേസിക്കലി അവിടെ ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡഡ് അല്ല, ഡൊമസ്റ്റിക് ആണ്. അതായത് ഫോറിൻ നാഷണൽസിന്റെ ഇൻകം ഇൻക്ലൂഡഡ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ത്യൻ നാഷണൽസ് വർക്കിംഗ് അബ്രോഡിന്റെ ഇൻകം ഇൻക്ലൂഡഡ് അല്ല. സോ കുറെ കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെ ഒരു സിനാരിയോ നിങ്ങൾ നോക്കിയാൽ NNP ആണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് NNP ഈസ് യൂഷ്വലി കോൾഡ് യുവർ നാഷണൽ ഇൻകം. NNP ഈസ് യൂഷ്വലി കോൾഡ് യുവർ നാഷണൽ ഇൻകം. സോ ഓബ്വിയസ്ലി കാരണം എന്താണ്, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽസ് വർക്കിംഗ് അബ്രോഡിന്റെ ഇൻകം ഇൻക്ലൂഡഡ് ആണ്, ഫോറിൻ നാഷണൽസ് വർക്കിംഗ് ഇൻ ഇന്ത്യയുടെ ഇൻകം എക്സ്ക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. ബട്ട് പിന്നെ എന്താ പ്രശ്നം എന്താണ്, വൈ ആർ വി നോട്ട് യൂസിങ് NNP? നമുക്കറിയാം നമ്മൾ GDP തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ റീസൺ ഓഫ് വൈ വി ആർ നോട്ട് യൂസിങ് NNP? വൈ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോയിൽ ഒട്ടുമിക്ക കൺട്രീസിനും എക്സ്റ്റേണൽ ഡെപ്റ്റ്സ് ഉണ്ട്. അതായത് വെളിയിൽ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഡെപ്റ്റ് ഇൻ ഫോറിൻ കറൻസീസ്. ക്ലാസിക് എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കേസിൽ തന്നെ റഫ്ലി ഇറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇന്ത്യ ആസ് ഓഫ് നൗ ഹാസ് എ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഓഫ് 68%. അതായത് ഇന്ത്യയുടെ ഗ്രോത്തിന്റെ 68% എന്ന് പറയുന്നത് ഡെപ്റ്റ് എന്നാണ് എസ്റ്റിമേറ്റഡ്. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ സോ ഒട്ടുമിക്ക കൺട്രീസിലും ഫോറിൻ കറൻസിയിൽ ഡെപ്റ്റ് ഉണ്ട്. ഫോറിൻ കറൻസിയിൽ ഡെപ്റ്റ് വരുമ്പോൾ അതിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, മണി ഈസ് ബേസിക്കലി ഫ്ലോയിങ് ഇൻ ടു ദ കൺട്രി. മണി ഈസ് ഫ്ലോയിങ് ഇൻ ടു ദ കൺട്രി. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ സെയിം ആസ് ഇൻകം ഓഫ് ഇന്ത്യൻസ് വർക്കിംഗ് അബ്രോഡ്. അവരും മണി അകത്തോട്ട് തന്നെയാണ് എടുക്കുന്നത്. ബട്ട് ഇവിടെ നമ്മുടെ ഡെപ്റ്റ് ആണ്. ഒട്ടുമിക്ക കൺട്രീസിനും ഹൈ എക്സ്റ്റേണൽ ഡെപ്റ്റ് ഉള്ളപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പഴയ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു സിനാരിയോയിൽ NFIA എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കും, എക്സ്റ്റേണൽ ഡെപ്റ്റ് കൂടുതലാവുന്ന സിനാരിയോയിൽ. അങ്ങനെ വരുമ്പം NFIA പ്ലസ് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണല്ലോ നമ്മുടെ നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ എക്സ്റ്റേണൽ ഡെപ്റ്റ് കാരണം നമ്മുടെ നാഷണൽ പ്രൊഡക്റ്റ് ഒരുപാട് ഇൻഫ്ലേറ്റഡ് ആയിരിക്കും. അതായത് നമ്മുടെ കൺട്രിയിൽ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും നമ്മുടെ നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദീസ് എക്സ്റ്റേണൽ ഡെപ്റ്റ്സ്. കാരണം എക്സ്റ്റേണൽ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത് ആ കൺട്രിയിലോട്ട് ഇൻഫ്ലോ ആകപ്പെടുകയാണ്. സോ അതൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് വൈ വി ഡോണ്ട് ടേക്ക് NNP ആസ് എ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മെത്തേഡ്. ഇതേപോലെ തന്നെ വേറെ ഒരു കാര്യമുണ്ട്. സെക്കൻഡ് റീസൺ, so just to write this down, first is external debt, second is foreign nationals buying assets in India. അതായത് ഇൻ ഇന്ത്യ, ഇപ്പൊ ഇത് ഇന്ത്യയുടെ കേസ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കേസ് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ ഒരുപാട് അവിടെ എന്താ സംഭവിക്കുന്നത്, ലെറ്റ്സ് സേ ഇതിന് ഏറ്റവും പറ്റിയ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയുടെ കേസാണ്. ജസ്റ്റ് അസ്യൂം ദ കേസ് ഓഫ് ശ്രീലങ്ക. ഒരു 2-3 ഇൻഫാക്ട് ഇറ്റ് വാസ് 1 or 2 years ബാക്ക്, ശ്രീലങ്കയിൽ ചൈന ബോട്ട് ഹംബൻതോട്ട പോർട്ട്. ചൈന ശ്രീലങ്കയുടെ ഒരു പോർട്ട് മേടിക്കുകയുണ്ടായി. സോ അവിടെ എന്താ നടക്കുന്നത്? ഒബ്വിയസ്ലി ചൈന കാശ് കൊടുത്തിട്ടായിരിക്കും മേടിച്ചത്. ബട്ട് നിങ്ങൾക്ക് അതിന്റെ ബാക്ക്ഡ്രോപ്പ് അറിയാമെങ്കിൽ ബേസിക്കലി ശ്രീലങ്ക വാസ് അണ്ടർ എ ഡെപ്റ്റ് ട്രാപ്പ്. ഒരുപാട് കടം ചൈനയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു കോമ്പൻസേറ്ററി മെഷർ ആയിട്ടാണ് എന്താണ് ഇവിടെ ചൈന എന്ന് പറയുന്ന ഒരു കൺട്രി ശ്രീലങ്കയുടെ ഒരു അസറ്റ്, പോർട്ട് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ ഏതൊരു കൺട്രിക്ക് ഒരു അസറ്റ് ആണ്. ആ അസറ്റ് ചൈന മേടിക്കുകയുണ്ടായി. സോ ഇതിന്റെ റെലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ആ ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ സ്വന്തമാണ്. സോ നമുക്കറിയാം ഏതൊരു ഇൻഫ്രാസ്ട്രക്ചർ, എസ്പെഷ്യലി പോർട്സ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ മന്ത്ലി ടേംസിൽ അത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു അസറ്റ് ആണ്. ഓക്കെ, ഈ പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്നത് ഒബ്വിയസ്ലി ബിലോങ്സ് ടു ചൈന.
സോ ഈ ചൈനയിലോട്ട് ഈ ഒരു പ്രോഫിറ്റ് വരുമ്പോൾ ഒബ്വിയസ്ലി ഇതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതെല്ലാം ചൈനയിലോട്ട് പോവായിരിക്കും, ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് സെയിം ആസ് അഗെയിൻ നമ്മുടെ NNP അല്ലെങ്കിൽ നമ്മുടെ NNP-നെ ഡിപ്രിഷിയേറ്റ് ചെയ്യുകയാണ്. സോ പ്രോപ്പർ ഒരു മെഷർ ഓഫ് നമ്മുടെ നാഷണൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. കാരണം എന്താണ്? ഇവിടെ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ്സ് എല്ലാം ചൈനയ്ക്ക് കിട്ടുന്നതാണ്. സോ ഓക്കെ, അതുകൊണ്ടാണ് സെക്കൻഡ് റീസൺ, ഫോറിൻ കൺട്രീസ് ബൈയിങ് അസറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ കേസ് പറയുന്നുണ്ട്, സ്പെസിഫിക്കലി ഇന്ത്യ, ബട്ട് ഒബ്വിയസ്ലി ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണിത്, ശ്രീലങ്ക ആൻഡ് ചൈനയുടെ കേസ്. സോ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഒബ്വിയസ്ലി കറൻസി എന്ന് പറയുന്നത് ഔട്ട്ഫ്ലോ ആയിരിക്കും. ഈ ഒരു അസറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അസറ്റിൽ നിന്ന് വരാവുന്ന പ്രോഫിറ്റ് എല്ലാം ചൈനയിലോട്ട് തിരിച്ചു പോകണം. അതായത് ശ്രീലങ്കയ്ക്ക് കിട്ടേണ്ട അസറ്റ്സ് ആയിരുന്നു ബേസിക്കലി, ബട്ട് ഇതിൽ അവിടെ പോകുന്നതുകൊണ്ട് തന്നെ NNP അഗെയിൻ പ്രോപ്പർ അല്ല, ഡിസ്റ്റോർട്ടഡ് ആണ്. സോ ദീസ് ആർ ദ ടു റീസൺസ് നമ്മൾ NNP ഉപയോഗിക്കാത്തത്. സോ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും, നമ്മൾ ഒബ്വിയസ്ലി NNP ഉപയോഗിക്കുന്നില്ല, വി യൂസ് GDP. നമ്മൾ GDP ആണ് ഉപയോഗിക്കാറ്. ബട്ട് GDP-നെ തന്നെ മെഷർ ചെയ്യാൻ 2-3 കോൺസെപ്റ്റ്സ് ഉണ്ട്. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസസ്. സോ GDP at ഫാക്ടർ കോസ്റ്റ് ആൻഡ് GDP at മാർക്കറ്റ് പ്രൈസസ് ആണ് നമ്മൾ പറയുന്നത്. സോ നമ്മുടെ സ്ഥിരം എക്സാമ്പിൾ എടുത്താൽ ഓഫ് ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനി, നമ്മൾ പറയുന്നു ഒരുപാട് പ്രൊഡക്ഷൻ പ്രോസസ്സിന് ശേഷം ഒരു 100 rupees പെർ ബിസ്ക്കറ്റ് പാക്കറ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ 100 എന്ന് പറയുന്നത് ബേസിക്കലി ഈ ബിസ്ക്കറ്റിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്. അതായത് ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം കൂടെ ചേർന്ന് എത്രത്തോളം രൂപയ്ക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്, അതാണ് ഈ 100 എന്ന് പറയുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം ഒരു കടയിൽ പോയിട്ട് ഒരു 10 രൂപയ്ക്ക് ബിസ്ക്കറ്റ് മേടിച്ചാൽ ഒബ്വിയസ്ലി അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം 8 രൂപ അല്ലെങ്കിൽ 7 രൂപ ആയിരിക്കും. മിച്ചമുള്ള അത്രയും പ്രൈസ് എന്ന് പറയുന്നത് ബേസിക്കലി ടാക്സസ് ആണ്. അതും കൂടെ ഇൻക്ലൂസീവ് ആയിട്ടായിരിക്കും നിങ്ങൾ അത് കൊടുക്കുന്നത്, GST ഓർ ഇൻഡയറക്ട് ടാക്സസ് നമ്മൾ വിളിക്കുന്നത്. സോ ബേസിക്കലി ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻഡയറക്ട് ടാക്സ് ഓർ സബ്സിഡീസ്. അതായത് ഫാക്ടർ കോസ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ എക്കണോമിയിലെ ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ഉണ്ടാവുന്ന ഇൻകം, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എത്രത്തോളം വാല്യൂ അഡീഷൻ ആണ് അവിടെ നടത്തുന്നത്, അതിന്റെ ബേസിസിൽ മാത്രമുള്ള ഒരു കാൽക്കുലേഷൻ ആണ് GDP at ഫാക്ടർ കോസ്റ്റ്. ബട്ട് നിങ്ങൾക്കറിയാം റിയാലിറ്റി ഇങ്ങനെയല്ല. ഒബ്വിയസ്ലി ഈ ഒരു എക്കോണമി വിച്ച് പ്രൊഡ്യൂസസ് ഓൺലി 1 പാക്കറ്റ് ഓഫ് ബിസ്ക്കറ്റ്, ഇത് 100 rupees പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ പറയുമ്പോൾ ഒബ്വിയസ്ലി ഈ പ്രൊഡക്ഷനിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ ഇതിനോട്ട് ഒരു 20% മേ ബി എക്സാമ്പിൾ 20% ടാക്സ് വരുമ്പോൾ ദിസ് ബിക്കംസ് 120. നൗ ദിസ് ഇസ് ദ റിയാലിറ്റി. ഇതെന്ന് പറയുന്നതാണ് എന്റെ GDP at ഫാക്ടർ കോസ്റ്റ്. വൈ? അവിടെ ഇൻഡയറക്ട് ടാക്സസും ഇല്ല, അവിടെ സബ്സിഡീസും ഇല്ല. അറ്റ് ദ സെയിം ടൈം ഈ 120 എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷന്റെ കോസ്റ്റ് പ്ലസ് ടാക്സസും കൂടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് മൈ GDP at മാർക്കറ്റ് പ്രൈസസ്. സോ ബേസിക്കലി സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ GDP at മാർക്കറ്റ് പ്രൈസസ് എന്ന് പറയുന്നത് GDP at ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് taxes minus subsidies. Okay, see ഈ ഒരു 100 rupees ബിസ്ക്കറ്റ് പാക്കറ്റിലോട്ട് ഒരു കുറച്ച് ടാക്സസ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഗവൺമെന്റ് ഇപ്പോൾ ഇത് ഈ ഒരു പെർട്ടിക്കുലർ ബിസ്ക്കറ്റ് കമ്പനിയിലെ എക്സാമ്പിളിന് സബ്സിഡൈസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ വില കുറയാണ് ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു 1 cylinder ഓഫ് ഗ്യാസ് LPG സിലിണ്ടറിന് റഫ്ലി അറൗണ്ട് 800 to 1000 rupees ആണ് നോർമൽ സിനാരിയോ. ബട്ട് ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രോബ്ലി വി ആർ ഗെറ്റിംഗ് അറ്റ് 670 or 690 rupees. സോ ബേസിക്കലി ഗവൺമെന്റ് സബ്സിഡീസ് കൊണ്ട് ഏതൊരു പ്രൊഡക്റ്റിന്റെയും വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഗവൺമെന്റ് അത്രയും കൂടെ അതിന്റെ എക്സ്പെൻസ് ബെയർ ചെയ്യാണ് അവിടെ. സോ ഈ ഒരു നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സസ് മൈനസ് സബ്സിഡീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ നെറ്റ് ടാക്സസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ GDP at മാർക്കറ്റ് പ്രൈസ് is equal to GDP at factor cost plus net taxes. Now practical scenarios നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു പോസിബിലിറ്റി ഉള്ള ആക്ച്വലി ഇൻഡയറക്ട് ടാക്സസ് എന്തായാലും will be greater than subsidies. Theoretically speaking, there is a possibility that indirect tax can be equal to subsidy.
അങ്ങനെ വരുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടേം നെറ്റ് ടാക്സസ് എന്ന ടേം സീറോ ആകും, വിച്ച് മീൻസ് എന്റെ മാർക്കറ്റ് പ്രൈസും എന്റെ ഫാക്ടർ കോസ്റ്റും സെയിം ആയിരിക്കും. ബട്ട് നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ സിനാരിയോ നോക്കിയാൽ ഒരിക്കലും ഇൻഡയറക്ട് ടാക്സസ് സബ്സിഡി ആയിട്ട് ഈക്വൽ ആകില്ല. കാരണം ഗവൺമെന്റിന്റെ വൺ ഓഫ് ദ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാണ് ഇത്. ഈ ഇൻകമിൽ നിന്ന് ഗവൺമെന്റിന് സബ്സിഡി മാത്രം കൊടുത്താൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ സബ്സിഡി ഇൻ പ്രാക്ടിക്കൽ സിനാരിയോസ് വിൽ ബി ലെസ് ദാൻ ഇൻഡയറക്ട് ടാക്സസ്. അതായത് ദിസ് വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ ദിസ്, വിച്ച് മീൻസ് ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. So I can say some particular value, ഇതിന്റെ ഒരു വാല്യൂ പ്ലസ് ഒരു ഫാക്ടർ കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു MP. So which means GDP at market price എന്ന് പറഞ്ഞാൽ will be greater than GDP at factor cost for practical scenarios. Okay. Now next concept എന്ന് പറയുന്നത്, see, assume a case, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ 100 rupees per packet of biscuit എന്ന സിനാരിയോയിൽ 1 packet of biscuit ആണ് ഒരു എക്കണോമി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾക്ക് അറിയാം ദർ ഇസ് സംതിങ് കോൾഡ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ആസ് എൻ സിമ്പിൾ വേർഡ്സ്, ഇപ്പം ആ ഒരു ഫുൾ കോൺസെപ്റ്റ് പറയാൻ സമയമില്ല, ബട്ട് റഫ്ലി സാധനങ്ങളുടെ വില കൂടുക, റഫ്ലി യു ക്യാൻ അസ്യൂം സംതിങ് ആസ് ദാറ്റ്. അതായത് 100 രൂപ ഫോർ 1 packet ഓഫ് ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ ലെറ്റ്സ് സേ 10% ഇൻഫ്ലേഷൻ, അതായത് ഏതൊരു ഗുഡിന്റെയും വാല്യൂ 10% ആയിട്ട് കൂടുകയാണ്, വിച്ച് മീൻസ് 100 രൂപ ആയിട്ടുള്ള ഈ ഒരു ഗുഡ് ബിക്കംസ് 110 rupees പ്യോർലി ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. നൗ ടേക്ക് ആൻ എക്സാമ്പിൾ, കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് എടുത്താൽ 2 ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്കോണമി, 2 ബിസ്ക്കറ്റ് പാക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്കോണമി വിത്ത് എ പ്രൈസ് ഓഫ് 10 rupees. ഓരോ പാക്കറ്റിനും 10 rupees വെച്ച് 2 ബിസ്ക്കറ്റ് പാക്കറ്റ്സ് ആണ് ഒരു എക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20 ആയിരിക്കും. Now what happens, let's say inflation is 100%, hypothetical, but just say 100% ആയിട്ട് ഇൻഫ്ലേഷൻ ആണ്, which means ഇതിന്റെ നേരെ ഇരട്ടിയാകും, അതായത് ഓരോ പാക്കറ്റിനും 20 രൂപയാവും. അങ്ങനെയാണെങ്കിൽ 2 packets തന്നെയാണ് എക്കണോമി പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് 40 rupees. See, ആസ് എ പേഴ്സൺ നമ്മളിപ്പോ നോക്കുമ്പോൾ വി ഡോണ്ട് നോ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും, നമ്മൾ നമ്മുടെ ന്യൂസ് പേപ്പറിൽ കാണുന്നത് GDP-യുടെ വാല്യൂ ആണ് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് ആണ്. സോ 20 ആയിരുന്ന ഒരു GDP 40 ആവുകയാണ് ഇവിടെ. നോർമലി ഏതൊരു ലേമൻ നോക്കുമ്പോഴും എന്റെ ഔട്ട്പുട്ട് ആദ്യം 20 ആയിരുന്നു 40 ആയി, വിച്ച് മീൻസ് 2 times ഇൻക്രീസ് ഉണ്ട്. ബട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്രൊഡക്ഷന്റെ ടേംസിൽ വ്യത്യാസം ഒന്നുമില്ല. പണ്ടും 2 ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്ത്, ഇപ്പോഴും 2 ക്വാണ്ടിറ്റി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് വേർ ഇസ് ദ ചേഞ്ച് കമ്മിങ് ഫ്രം? ചേഞ്ച് ഇസ് കമ്മിങ് ഫ്രം ദ ചേഞ്ച് ഇൻ പ്രൈസസ്. ദിസ് ചേഞ്ച് ഇൻ പ്രൈസസ് ഇസ് ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. അതുകൊണ്ട് തന്നെ ഏതൊരു GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും വി നീഡ് ടു അക്കൗണ്ട് ഫോർ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനെ എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്ത് പറയാൻ പറ്റുക, അല്ലെങ്കിൽ ആ GDP-നെ ഡിസ്റ്റോർട്ട് ചെയ്യും ആ പെർട്ടിക്കുലർ ഇൻഫ്ലേഷൻ. ഈ ഒരു കോൺസെപ്റ്റിലാണ്, ഈ ഒരു സിനാരിയോയിലാണ് GDP-നെ 2 ടൈപ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. വൺ ഇസ് അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ്, അനദർ ഇസ് അറ്റ് കറന്റ് പ്രൈസസ്. സി, പേര് തന്നെയുണ്ട്, കറന്റ് പ്രൈസസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വിലയിലുള്ള പ്രൈസസിലുള്ള GDP. അതായത് നമ്മുടെ പഴയ എക്സാമ്പിൾ, മുമ്പത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ ക്വാണ്ടിറ്റി പ്രൈസ് 2 quantity at the rate of 10 rupees per 1 quantity എന്ന് പറയുമ്പോൾ എൻ്റെ GDP എന്ന് പറയുന്നത് 20 ആണ്. സോ ബേസിക്കലി ഇതെന്ന് പറയുന്നത് ഈ വർഷം ലെറ്റ്സ് സേ 2020-ലെ പ്രൈസ് ആണ്. 10 rupees for 2 quantity, എക്സ്പെൻഡിച്ചർ 20 ആണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ലെറ്റ്സ് സേ ഒരു കഴിഞ്ഞൊരു 4-5 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ 5 രൂപയായിരുന്നു ഇതേ ക്വാണ്ടിറ്റിക്ക്, ഇതേ പെർട്ടിക്കുലർ ഗുഡിന് 5 രൂപയായിരുന്നു ഫോർ 1 ക്വാണ്ടിറ്റി. 2 units ഓഫ് പ്രൊഡക്ഷൻ ആണ് അവിടെ നടന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ 10 rupees ആയിരുന്നു ഔട്ട്പുട്ട്. ദിസ് ഇസ് 5 years ago, 5 വർഷം മുമ്പ്. ഇത് പ്രസന്റ് സിനാരിയോ. സോ ഈ ഒരു സിനാരിയോയിൽ GDP അറ്റ് കറന്റ് പ്രൈസസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെർട്ടിക്കുലർ ഇയർ അതിൽ 2020-ലെ എന്റെ ക്വാണ്ടിറ്റി ഗൂഡ്സിന്റെ പ്രൈസസ് എന്താണോ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന എന്റെ ഔട്ട്പുട്ട്, അതാണ് GDP അറ്റ് കറന്റ് പ്രൈസസ്, പ്രസന്റ് പ്രൈസസ്. GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ് എന്ന് പറയുമ്പോൾ ഈ ഇൻഫ്ലേഷന്റെ എഫക്റ്റിനെ മാറ്റി നിർത്തിക്കുന്നു. കാരണം ഇവിടെ ഒബ്വിയസ്ലി നിങ്ങൾ നോക്കിയാൽ ക്വാണ്ടിറ്റി സെയിം ആണ്, 5 എന്ന് പറഞ്ഞ വാല്യൂ 10 ആയി, വിച്ച് മീൻസ് അവിടെ ഒരു 100% ഇൻക്രീസ് നടക്കുന്നുണ്ട്, ഇൻക്രീസ് ബൈ 100%. ഓക്കെ, അവിടെ ഇൻഫ്ലേഷന്റെ എഫക്റ്റ് ആണ് കാണിക്കുന്നത്. സോ കറന്റ് പ്രൈസസ് എടുക്കുമ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻ ഒരിക്കലും അക്കൗണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് 20 ഇവിടെ കിട്ടിയത്. കോൺസ്റ്റന്റ് പ്രൈസസ് എടുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാറ്, ബേസിക്കലി ഈ ഒരു പെർട്ടിക്കുലർ ഇയർ കറന്റ് ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ക്വാണ്ടിറ്റി വിച്ച് ഇസ് 2, കറന്റ് ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗൂഡ്സിന്റെ ക്വാണ്ടിറ്റി 2 ആണ്. അത് അറ്റ് ദ പ്രൈസസ് ഓഫ് എ പെർട്ടിക്കുലർ ബേസ് ഇയർ. ഒരു പെർട്ടിക്കുലർ ഇയർ ഞാൻ ബേസ് ഇയർ ആയിട്ട് എടുത്തിട്ട് ആ വർഷം എത്രത്തോളം ആയിരുന്നു പ്രൈസ്,
അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇഫ് യു സി 2 into 5 10 തന്നെയാണ് വരുന്നത്. ആക്ച്വലി ഇൻഫ്ലേഷൻ കാരണമാണ് എനിക്ക് 20 വരുന്നത്, ബട്ട് റിയൽ പ്രൊഡക്ഷൻ നടക്കുന്നത് 10 ആണ്. 5 years അഗോയും 2 into 5 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. സോ 5 years അഗോയും ഇന്നത്തെ പ്രൊഡക്ഷൻ തമ്മിൽ ഔട്ട്പുട്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ബട്ട് ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ എനിക്കത് ഡബിൾ ആയിട്ട് തോന്നുന്നു. സോ ഈ ഒരു ഫാക്ടറിനെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇയറിലെ പ്രൈസസ്, ഗൂഡ്സിന്റെ പ്രൈസസ് എടുത്തിട്ട് ഈ കറന്റ് ഇയറിലെ പ്രൊഡക്ഷന്റെ ക്വാണ്ടിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതാണ് GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ കോൺസെപ്റ്റ് വരുന്നത്, which is base year. So current base year set by the government is 2011-2012. ഇതാണ് നമ്മുടെ കറന്റ് ഇയറിലെ ബേസ് ഇയർ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു പെർട്ടിക്കുലർ ഇയറിലെ പ്രൊഡ്യൂസ് ചെയ്ത ഗൂഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂസ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ കറന്റ് ഇയർ വിച്ച് ഇസ് 2020 എത്രത്തോളം ഗൂഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എക്സാമ്പിൾ 2 units ഓഫ് സംതിങ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഇയർ. ഇതെന്ന് പറയുന്നത് 5 രൂപയാണ് ഓരോ യൂണിറ്റിനും. അങ്ങനെയാണെങ്കിൽ 2 into 5 ആയിരിക്കും 10 എന്ന് പറയുന്നത്. ബട്ട് ആക്ച്വലി ഇത് ശരിക്കും ചിലപ്പോൾ ഇപ്പോഴത്തെ സിനാരിയോയിൽ 10 rupees ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ആ ബേസ് ഇയറിലെ വർഷം വെച്ചിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിന്റെ കോൺസ്റ്റന്റ് പ്രൈസസ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷന്റെ എഫക്ട് കൂടാതെ തന്നെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ബേസിക് ആയിട്ട് ചോദിക്കാവുന്ന ഒരു എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ഒരു കാര്യം, എങ്ങനെയാണ് 2011-2012 എന്ന് റാൻഡംലി എടുക്കണം നമ്മൾ ഒരു ബേസ് ഇയർ? വാട്ട് ഇസ് ദ ക്രൈറ്റീരിയ? എന്ത് ക്രൈറ്റീരിയയുടെ ബേസിലാണ് നമ്മൾ ഒരു ബേസ് ഇയർ സെലക്ട് ചെയ്യുന്നത്? സോ ബേസ് ഇയർ സെലക്ട് ചെയ്യാൻ 2-3 മെയിൻ കാര്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് പോയിന്റ് ഇസ്, ഏതൊരു ബേസ് ഇയറും നമ്മുടെ പ്രസന്റ് ഇയറായിട്ട് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിരിക്കണം. സി ഒബ്വിയസ്ലി ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴത്തെ സിനാരിയോ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കാരണം നമ്മളിപ്പോ 2020-ലാണ്, ബട്ട് നമ്മുടെ ബേസ് ഇയർ 2011-2012 ആണ്. സോ ഒബ്വിയസ്ലി നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈയിടെയും കൂടെ ഒരു റീസെന്റ് there was a debate അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ, പുതിയ നെക്സ്റ്റ് ഏറ്റവും അടുത്ത ബേസ് ഇയർ 2016-2017 സംതിങ് ലൈക്ക് ദാറ്റ്, ഇതിനെ ബേസ് ഇയർ ആക്കാനുള്ള ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോബ്ലി അടുത്ത ഒരു 1 yearനുള്ളിൽ അത് ഏതായാലും ഫിക്സ് ആകും. സോ ബേസ് ഇയർ ബേസിക്കലി എന്തുകൊണ്ടാണ് ക്ലോസസ്റ്റ് ടു ദ പ്രസന്റ് ഇയർ? അതായത് ഞാനിപ്പോ 2020-ലാണെങ്കിൽ 2020യുടെ ഏറ്റവും കൂടുതൽ അടുത്ത ഒരു ഇയർ തന്നെ ആയിരിക്കണം ഞാൻ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്. വൈ? സി ഓരോ വർഷവും നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റിൽ ഒരുപാട് പുതിയ പുതിയ ഗൂഡ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ബേസിക്കലി ലെറ്റ്സ് സേ 2011-12 പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗൂഡ്സും 2020 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗൂഡ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ലെറ്റ്സ് സേ ഒരു ക്ലാസിക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഒരു സീരി അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ 2011 ഇല്ലായിരുന്നു, ബട്ട് 2020 അതുണ്ട്. സോ അങ്ങനെ കുറെ പ്രൊഡക്ട്സിനെ ഒബ്വിയസ്ലി നമുക്ക് അവരുടെ പ്രൈസസ് 2011 കിട്ടില്ല, കാരണം ആ ഗൂഡ്സേ ആ സമയത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത് ക്ലോസസ്റ്റ് ടു ദ പ്രസന്റ് ഇയർ. ദിസ് ഇസ് ദ ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ, റിലയബിൾ data should be available. ഈ പേര് തന്നെയുണ്ട്, റിലയബിൾ ഡാറ്റ. അതായത് ആ ഒരു പെർട്ടിക്കുലർ ബേസ് ഇയറിലെ ഗൂഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗൂഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂസ് അല്ലെങ്കിൽ പ്രൈസസ് എനിക്ക് വേണം. അതിനനുസരിച്ചായിരിക്കും എനിക്ക് എന്റെ GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ തേർഡ് ഇസ് uneventful year. Uneventful year without large fluctuations. Uneventful അതായത് കാര്യമായിട്ടുള്ള ഈവന്റ് ഒന്നും സംഭവിക്കാത്ത ഏതെങ്കിലും ഒരു നോർമൽ ഇയർ ആയിരിക്കണം അത്, വിത്തൗട്ട് ലാർജ് ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസസ്. സി എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ലെറ്റ്സ് സേ ഒരു ഫ്ലഡ് അല്ലെങ്കിൽ ഒരു ഡ്രോട്ട് വരുമ്പോഴത്തേനും ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം സാധനങ്ങളുടെ വില കൂടും. വൈ? കാരണം സപ്ലൈ കുറവാണ്. അങ്ങനത്തെ ഒരു വർഷം നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുത്താൽ ആ ഒരു വർഷത്തെ സാധനങ്ങളുടെ പ്രൈസസ് എന്ന് പറഞ്ഞ പ്രോപ്പർ പ്രൈസസ് ആയിരിക്കില്ല. വൈ? ബിക്കോസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഈവന്റ് നടന്നുകൊണ്ട് ആ പ്രൈസസ് അങ്ങ് ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ കൂടാൻ അല്ലെങ്കിൽ കുറയാൻ അതിനനുസരിച്ചായിരിക്കും. സോ അതിനനുസരിച്ച് ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസിനെ തീരുമാനിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ദീസ് ആർ ദ 3 മെയിൻ റീസൺസ് ബിഹൈൻഡ് ചൂസിങ് എ ബേസ് ഇയർ. സോ 2011-2012 ആണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് ഇപ്പൊ കറന്റ്ലി ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ 2015-ലാണ് ശരിക്കും സെലക്ട് ചെയ്തത്. ഓക്കെ, സോ ബേസിക്കലി ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് തരണമെങ്കിൽ the best way to calculate GDP is GDP
at factor cost at constant prices. At constant prices. ഇതാണ് the most apt way, technically speaking, to properly calculate the output of an economy എന്ന് പറയുന്നത്. But the question is, are we really following this? ഇവിടെയാണ് അടുത്ത കോൺസെപ്റ്റ് വരുന്നത്. So basically 2015, fast forward to 2015, ഞാൻ പറഞ്ഞു 2015 was a year which saw a lot of changes. നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ തന്നെ ഒരുപാട് ചേഞ്ച് കണ്ട ഒരു വർഷമായിരുന്നു 2015. See, 2015 ഒരുപാട് ചേഞ്ചസ് വന്നു. One of the main changes was യുണൈറ്റഡ് നേഷൻസിന്റെ സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ടിങ്. യുണൈറ്റഡ് നേഷൻസ് സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ടിങ്ങിന്റെ കുറെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആസ് എങ്ങനെയാണ് ഒരു കൺട്രി നാഷണൽ ഇൻകമിനെ അക്കൗണ്ട് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഇന്ത്യ അഡോപ്റ്റഡ് ദീസ് ഗൈഡ് ലൈൻസ്. ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ 2015. സോ അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഒന്ന് ഈ ഗൈഡ് ലൈൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ബേസ് ഇയറിനെ, ഇതിനു മുമ്പ് 2003, 2004 ആയിരുന്നു നമ്മുടെ ബേസ് ഇയർ. സോ 2015 നമ്മൾ 2011, 2012 നമ്മുടെ ബേസ് ഇയർ ആയിട്ട് ചൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഗൈഡ് ലൈൻസിന്റെ ഭാഗമായിട്ട് വൺ ഓഫ് ദ ഗൈഡ് ലൈൻ വാസ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഡാറ്റ വെച്ച് വേണം നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ വേണ്ടി. അതിന്റെ ഭാഗമായിട്ട് ബേസിക്കലി ദ ഗവൺമെന്റ് ഡിഡ് സംതിങ് കോൾഡ് MCA 21 എന്ന ഡാറ്റാ ബേസിൽ നിന്നാണ് ഗവൺമെന്റ് ബേസിക്കലി ഡാറ്റ എടുത്തു തുടങ്ങിയത്. MCA 21 എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഒരു ഡാറ്റാ ബേസ് ആണ്, വേറെ ഓരോ ഇൻഡസ്ട്രിക്കും സ്വയം പോയി അവരുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ പറ്റും. സോ ദിസ് ബേസിക്കലി ഗിവ്സ് എ ബെറ്റർ ഒത്തന്റിസിറ്റി ഫോർ ദി ഡാറ്റ. സോ ഈ ഒരു ഡാറ്റാ ബേസിൽ നിന്നുള്ള ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് 2011-12 ബേസ് ഇയർ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ബേസിക്കലി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് ഇതിന്റെ ഈ രണ്ട് ചേഞ്ച് അല്ലാതെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചേഞ്ചസ് വാസ് നമ്മൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് GVA എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. സി GDP അറ്റ് മാർക്കറ്റ് പ്രൈസസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒട്ടുമിക്ക കൺട്രീസ് അക്രോസ് ദ ഗ്ലോബ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ബേസിസിലാണ് അവരുടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ബോഡീസ് അല്ലെങ്കിൽ ഫോർ ഇന്റർനാഷണൽ കമ്പാരിസൺ നമുക്ക് GDP അറ്റ് മാർക്കറ്റ് പ്രൈസസ് തന്നെയാണ് വേണ്ടത്. സോ ഇത് എന്താണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇവിടെ പുതിയൊരു ടേം ഉള്ളത് GVA ആണ്, ഗ്രോസ് വാല്യൂ ആഡഡ്. സോ ഗ്രോസ് വാല്യൂ ആഡഡ് എന്താന്ന് ചോദിച്ചാൽ പേര് തന്നെയുണ്ട്, വാല്യൂ ആഡഡ്. എത്രത്തോളം വാല്യൂ ആണ് ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലും ആഡ് ചെയ്യപ്പെടുന്നത്. എക്സാമ്പിൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ, ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ ബിസ്ക്കറ്റ് പ്രൊഡക്ഷൻ കമ്പനിയുടെ കേസിൽ തന്നെ നോക്കുവാണെങ്കിൽ 10 റുപ്പീസിന്റെ കാര്യം പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് 20 റുപ്പീസ് ആയിട്ട് രണ്ടാമത്തെ സ്റ്റേജിൽ പോയി. രണ്ടാമത്തെ സ്റ്റേജിൽ 80 റുപ്പീസ് ആഡ് ചെയ്തിട്ട് 100 റുപ്പീസ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. സോ 100 റുപ്പീസ് ഇസ് മൈ ഔട്ട്പുട്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ 10 റുപ്പീസ് ഉള്ള ഇൻപുട്ട്, 10 റുപ്പീസ് എന്ന് പറയുന്ന എന്റെ ഇൻപുട്ട് ബേസിക്കലി വാല്യൂ അഡീഷൻ, അതായത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്താണ്, അവർ ഈ 10 റുപ്പീസ് ആയിട്ടുള്ള വീറ്റിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് 20 റുപ്പീസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. വിച്ച് മീൻസ് 10 റുപ്പീസിന്റെ വാല്യൂ അഡീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ 20 റുപ്പീസിന്റെ ഇൻപുട്ടിൽ നിന്ന് 100 റുപ്പീസിന്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ അതിനർത്ഥം 80 റുപ്പീസിന്റെ അവിടെ വാല്യൂ അഡീഷൻ നടക്കുകയാണ്. സോ ബേസിക്കലി GVA എന്ന് പറയുന്നത് തന്നെ റഫ്ലി സെയിം കാൽക്കുലേഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരു കൺസ്യൂമറിന്റെ പെർസ്പെക്ടീവിൽ നിന്നാണ് നോക്കുന്നത് ഇൻ ടേംസ് ഓഫ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. അതായത് ഞാൻ എന്ന കൺസ്യൂമർ 100 രൂപയ്ക്ക് ഒരു സാധനം മേടിക്കുമ്പോൾ അവിടെ എന്താണ്, കൺസ്യൂമർ ഡസൻ ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ എത്രത്തോളം വാല്യൂ ആണ് ആഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെ ഒന്നും അറിയില്ല. കൺസ്യൂമർ നോക്കുമ്പോൾ ഫൈനൽ ഗുഡിന്റെ വാല്യൂ 100 റുപ്പീസ്, ഞാനൊരു 100 റുപ്പീസ് കൊടുക്കും, അതിനർത്ഥം ഇൻഡിവിജ്വലി ഈ പ്രൈസസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓരോ ഫാക്ടറും ഓരോ സെക്ടറും എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. ബട്ട് GVയുടെ കേസിൽ എന്താന്ന് നോക്കിയാൽ ഗ്രോസ് വാല്യൂ ആഡഡ്, ഓരോ ഫേസ് ഓഫ് പ്രൊഡക്ഷൻ, ഇവിടെ ഒരു ഫേസ് ആണെങ്കിൽ എത്രത്തോളം വാല്യൂ ആഡ് ചെയ്യപ്പെടുന്നു എന്നത് ഇതിൻ്റെ അകത്ത് ക്ലിയർലി നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. ആസ് ഇൻ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു പെർട്ടിക്കുലർ ബിസിനസ് കമ്പനിയിൽ, ബിസ്ക്കറ്റ് കമ്പനിയിൽ 80 റുപ്പീസ് ആഡ് ചെയ്യപ്പെടുകയാണ്. അതേപോലെ തന്നെയാണ് 10 റുപ്പീസ് ഇസ് ബീങ് ആഡഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഫ്ലോർ മിൽ. സോ വാല്യൂ അഡീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അഗ്രികൾച്ചർ ഫീൽഡിൽ ഒന്നുമില്ലാത്തതിൽ നിന്ന് 10 റുപ്പീസ് വന്നു. സോ 80 + 10 + 10 റഫ്ലി എന്താണ്, 100 തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് GVA. ഇത് 2015 ഗവൺമെന്റ് ഇതും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സോ എന്തുകൊണ്ട് GVA എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ റീസൺ ഇപ്പൊ തന്നെ പറഞ്ഞായിരുന്നു. വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ GVA ഇസ്
from a producer's perspective. See, നമ്മളൊരു കൺസ്യൂമർ എന്ന നിലയിൽ 100 രൂപയ്ക്ക് ഒരു ബിസ്ക്കറ്റ് മേടിക്കും, നമുക്കറിയില്ല ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലും എത്രത്തോളം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. സോ ദാറ്റ് ഇസ് വൈ GDP at market price അല്ലെങ്കിൽ GDP in general is basically a consumer's perspective. കൺസ്യൂമറിന്റെ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ സ്റ്റേജസ് അറിയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം GVA എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസേഴ്സ് പെർസ്പെക്റ്റീവ് ആണ്. അതായത് ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷന്റെ അകത്തും എത്രത്തോളം വാല്യൂ ആണ് ആഡ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതായത് പ്രൊഡ്യൂസർ നോക്കുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫേസ്, ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു ഫേസിൽ ഞാൻ 80 രൂപയുടെ വാല്യൂ അഡീഷൻ ആണ് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് മുമ്പ് 20 രൂപയായിരുന്നു, സോ ആൻഡ് സോ ഫോർത്ത്. സെക്കൻഡ് മെയിൻ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ സെക്ടർ സ്പെസിഫിക് ആണ്. സെക്ടർ സ്പെസിഫിക്. സി, ഇന്ത്യൻ എക്കണോമി നിങ്ങൾക്കറിയാം 3 സെക്ടേഴ്സ് ആയിട്ടാണ് ഡിവൈഡഡ്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ റഫ്ലി ക്രൂഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ പോലത്തെ കാര്യങ്ങൾ. സെക്കൻഡറി ഇസ് ബേസിക്കലി ആർ ഇൻഡസ്ട്രീസ്. ടെർഷ്യറി ഇസ് ബേസിക്കലി നമ്മുടെ സർവീസ് സെക്ടർ. സോ ബേസിക്കലി ചില ഗൂഡ്സ്, മോസ്റ്റ്ലി ഒട്ടുമിക്ക ഗൂഡ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം പല പല സെക്ടേഴ്സിലൂടെ ആയിരിക്കും അവരുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ഇപ്പൊ നമ്മുടെ ബിസ്ക്കറ്റിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പോലും അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ടു ദ ഫ്ലോർ മിൽ, അവിടുന്ന് വീണ്ടും അടുത്ത ഇൻഡസ്ട്രിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ. സോ ബേസിക്കലി ഇന്റർ സെക്ടറിലൂടെ ആയിരിക്കും ഈ ഓരോ ട്രാൻസ്ഫോർമേഷനും നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡിലൂടെ നമുക്ക് പറയാൻ പറ്റും ഓരോ സെക്ടർ, അതായത് അഗ്രികൾച്ചറൽ സെക്ടറിൽ എത്രത്തോളം വാല്യൂ ആഡ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എത്രത്തോളം വാല്യൂ ആഡ് ചെയ്യപ്പെട്ടു എന്ന്. ബട്ട് അതേ സമയത്ത് ഒരു GDPയുടെ കോൺസെപ്റ്റ് നമുക്ക് ഒരിക്കലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ സെക്ടറിലും എത്രത്തോളമാണ് നമ്മൾ ആഡ് ചെയ്യപ്പെടുന്നതെന്ന്. ആസ് എൻ ഓരോ സെക്ടറിൽ എത്രത്തോളം വാല്യൂ ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. വി ജസ്റ്റ് നോ ദ കമ്പൈൻഡ് വാല്യൂ. ഇവിടെ നമുക്ക് സെക്ടർ സ്പെസിഫിക് ആയിട്ട് വാല്യൂ എടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ദിസ് അഗൈൻ വാസ് ബ്രോട്ട് ഇൻ 2015. സോ 2015 തൊട്ട് നമ്മൾ ഈ 2 പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് മേജർ ഡെവലപ്മെന്റ് കെയിം ഇൻ 2018. റഫ്ലി ഇത് അത്യാവശ്യം 1 വർഷം പോലും ആയിട്ടില്ല, 1 വർഷം കഷ്ടിച്ചായതേ ഉള്ളൂ ഈ ഒരു പെർട്ടിക്കുലർ ഡെവലപ്മെന്റ്. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ the RBI basically scrapped GVA. അതായത് RBI declared that we will no longer follow GVA. അതായത് നമ്മൾ നമ്മുടെ നാഷണൽ ഇൻകമിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് GDP at മാർക്കറ്റ് പ്രൈസസ് മാത്രമാണ്. സി നൗ ഒബ്വിയസ്ലി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ RBI ഇങ്ങനെ പറയുമ്പോൾ ഒബ്വിയസ്ലി ഒട്ടുമിക്കരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടോ, എന്തുകൊണ്ടായിരിക്കും RBI GVA വേണ്ടെന്ന് വെച്ചത്? സോ സി, ദർ ഇസ് നത്തിങ് റോങ് ഇൻ GVA. GVAയുടെ കാര്യം നോക്കുമ്പോൾ വി ഹാവ് ഒരുപാട് ഗുണങ്ങളുണ്ട്, ആസ് എൻ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് വിത്ത് GVA. ബട്ട് GDP വാസ് ടേക്കൻ ആസ് ദ സോൾ നാഷണൽ ഇൻകം മെക്കാനിസം, അക്കൗണ്ടിങ് മെക്കാനിസം എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ പ്രൈമറി റീസൺസ് എന്ന് പറയുന്നത് ഗ്ലോബൽ കമ്പാരിസൺ ആണ്. ഗ്ലോബൽ കമ്പാരിസൺസ്. So global comparison, roughly ഒട്ടുമിക്ക countries of the world basically use GDP at market prices for their national income accounting, including the US, ബാക്കിയുള്ള എല്ലാ കൺട്രീസും. So India didn't want to step aside. So basically India നോക്കുമ്പോൾ GDP, though it has its limitations, definitely ഒരിക്കലും GDP is the most perfect mechanism എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. It definitely has its limitations, but at the same time നോക്കുമ്പോൾ yes, global comparison വേണ്ടി ഇതാണ് യൂസ് ചെയ്യുന്നത്. So this is one of the main reasons why GVA was scrapped and GDP at market price ആണ് നമ്മൾ എടുക്കുന്നത്. Now, which brings me to the next topic. നമ്മൾ പറഞ്ഞു GDP is not the perfect mechanism. So obviously, clearly, അതിനർത്ഥം GDPക്ക് എന്തിലൊക്കെ കുറച്ച് ഫ്ലോസ് ഒക്കെ കാണും. So what are the drawbacks of GDP? See, GDP definitely has its own drawbacks എന്ന് പറയാം നമുക്ക്. First is black money accounting. സോ ക്ലിയർലി GDP ഒരിക്കലും ബ്ലാക്ക് മണീനെ അക്കൗണ്ട് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ നാഷണൽ ഇൻകമിന്റെ അകത്ത് ഒരിക്കലും ഈ ഒരു പെർട്ടിക്കുലർ പാരലൽ എക്കോണമി അല്ലെങ്കിൽ ബ്ലാക്ക് എക്കോണമി അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന മണി ഒരിക്കലും അക്കൗണ്ടഡ് അല്ല. സോ ദോസ് ആർ ബേസിക്കലി ദാറ്റ് ഇസ് എ ഡ്രോബാക്ക് ഓഫ് GDP. കാരണം അതുകൊണ്ട് തന്നെയാണ് പ്രോബ്ലി വൺ ഓഫ് ദ മെയിൻ റീസൺസ്, ഇഫ് യു ഗൈസ് റിമെമ്പർ, മോദി ഗവൺമെന്റ് കെയിം ഇൻ, ബ്ലാക്ക് മണിയുടെ അഗേൻസ്റ്റ് ഒരു കറപ്ഷൻ വാർ തന്നെ അവർ ഫൈറ്റ് ചെയ്യുന്ന പറയുന്നത് വൺ ഓഫ് ദ മെയിൻ റീസൺസ് വാസ് ഈ ബ്ലാക്ക് മണി കാരണം നമ്മുടെ ഇന്ത്യക്ക് അർഹപ്പെട്ട ആയിട്ട് കുറെ ഒറിജിനൽ ഗ്രോത്ത് ഉണ്ട്, ആസ് എൻ വാട്ട് ഇന്ത്യ റിയലി ഡിസേർവ്സ്, ഇന്ത്യക്ക് അവകാശപ്പെട്ടതായിട്ടുള്ള ഒരുപാട് ഗ്രോത്ത്. ബട്ട് ബിക്കോസ് ഇറ്റ്സ് എ പാരലൽ എക്കോണമി, ബേസിക്കലി യു ആർ നോട്ട് ഏബിൾ ടു അക്കൗണ്ട് ഇറ്റ്. ഓക്കെ, സോ ഇതിനെയൊക്കെ തിരിച്ച് ബേസിക്കലി ടു മെയിൻ സ്ട്രീം എക്കണോമിയിലോട്ട് കൊണ്ടുവരാനാണ് നോക്കിയത്. ദോ ദ സക്സസ്, അതിന്റെ സക്സസ് ഇസ് എ മാറ്റർ ഓഫ് ഡിബേറ്റ്, സോ ലെറ്റ്സ് നോട്ട് ഗോ ദർ. But the idea is black money is not accounted for. So second point is basically
കെയർ എക്കോണമി. നോക്കി, കെയർ എക്കോണമി ഈസ് സംതിങ്, പേര് തന്നെയുണ്ട് കെയർ എക്കോണമി. ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കാണുന്ന കാര്യം തന്നെ. സി പ്രോബ്ലി യുവർ മദർ മേക്സ് ഫുഡ് ഫോർ യു, അല്ലെങ്കിൽ വീട്ടിൽ തുണി അലക്കുന്നു, വീട് കഴുകുന്നു, സംതിങ് സോ ആൻഡ് സോ ഫോർത്ത്. അല്ലെങ്കിൽ മദർ ബേസിക്കലി ടേക്സ് കെയർ ഓഫ് അവർ ഗ്രാൻഡ് പാരന്റ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. See, അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ്, those are activities which are basically not accounted for. But at the same time, let's say an example, ഗ്രാൻഡ് പാരന്റ്സിനെ കെയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ സോ ബേസിക്കലി കെയർ എക്കണോമി, അത് നമ്മൾ പറഞ്ഞു ഇപ്പം വീട്ടിലൊരു ഹോം നഴ്സിനെ വല്ലതും വെക്കുവാണെങ്കിൽ ബേസിക്കലി യു ഹാവ് ടു പേ ഫോർ ദം. ബട്ട് അറ്റ് ദ സെയിം ടൈം അതേ ആക്ടിവിറ്റി ലെറ്റ്സ് സേ യുവർ മോം ഡസ് അല്ലെങ്കിൽ സംബഡി ഇൻ ദ ഫാമിലി ഡസ്, ഇറ്റ് ഇസ് നോട്ട് പെയ്ഡ് ഫോർ. സോ അതൊന്നും ബേസിക്കലി നമ്മുടെ GDP-യിൽ അക്കൗണ്ടഡ് അല്ല. Third point is informal sector. See, informal sector is basically those particular activities which do not have a particular terms of employment. അതായത് ക്ലാസിക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രീസിൽ MSME എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ട്. മൈക്രോ മീഡിയം ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി. അതിൻ്റെ അകത്ത് ഭൂരിഭാഗം പേരും they don't have a particular terms of employment. അതായത് particular joining date ഇല്ല, particular salary ഇല്ല, it keeps fluctuating. These particular activities are called your informal sector. So ഇവരുടെ ഈ ഒരു ഔട്ട്പുട്ട്, ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് is not accounted for in your GDP. അതേപോലെ തന്നെയാണ് one more part is rural areas barter system. നമുക്കറിയാം ഇന്നും കുറെ റിയൽ പ്രോപ്പർ റൂറൽ ഏരിയസിന്റെ അകത്ത് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ് അവർ യൂസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയായിരിക്കും ബാർട്ടർ സിസ്റ്റം എന്താണ്. വേറെ മണി ഈസ് നോട്ട് യൂസ്ഡ് ആസ് ദ ഇന്റർമീഡിയറ്റ്, അതായത് ഗൂഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സിനാരിയോയിൽ മണി എന്ന് പറയുന്ന വാല്യൂ പോലും ഇന്റർമീഡിയറി പോലും ഇല്ലാത്തതുകൊണ്ട് ഓബ്വിയസ്ലി ഇറ്റ് കനോട്ട് ബി അക്കൗണ്ടഡ് ഇൻ യുവർ നാഷണൽ ഇൻകം. സോ ബേസിക്കലി ഈ 4 പോയിന്റ്സ് ആണ് ഡ്രോബാക്സ് of your GDP, but still we use GDP കാരണം we don't have a better point അല്ലെങ്കിൽ better mechanism ഇല്ല നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി. So this is the reason. Now ഇതിനിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു നിർത്തിയത് 2018-ൽ നമ്മുടെ GVA നിർത്തലാക്കി. We started following our GDP at market prices. Okay, now what happens here is, see 2008-ൽ there was a controversy. Probably ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇറ്റ്സ് നോട്ട് ഓഫ് മച്ച് ഓഫ് എ റെലവൻസ്. ഒബ്വിയസ്ലി കോൺട്രവേഴ്സീസ് ഏതൊരു എക്സാം ടോപ്പിക്കിന്റെ റെലവൻസ് ഇല്ല. ബട്ട് 2018-ൽ there's something called back series data. Probably ആ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ബാക്ക് സീരീസ് ഡാറ്റ. സോ എന്താണ് ഈ ബാക്ക് സീരീസ് ഡാറ്റ? സി 2015 ആ ഒരു റേഞ്ചിൽ 2015-ൽ ആ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞായിരുന്നു യുണൈറ്റഡ് നേഷൻ സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ടിങ് അതിന്റെ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ പുതിയ കുറെ കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തു നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലോട്ട്. ലൈക്ക് MCA 21, അതേപോലെ നമ്മുടെ ബേസ് ഇയർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. സോ അങ്ങനെ വന്നപ്പോൾ 2015-ൽ ശരിക്കും എന്താ സംഭവിച്ചത്? നമ്മൾ പുതിയ ബേസ് ഇയറും പുതിയ മെക്കാനിസവും അഡോപ്റ്റ് ചെയ്തു. സോ ബേസിക്കലി ആ സമയത്ത് ഗവൺമെന്റ് ബേസിക്കലി ഈ പുതിയ മെക്കാനിസം വെച്ചിട്ടാണ് ഗ്രോത്ത് റേറ്റ് ഡിഫൈൻ ചെയ്തത്, അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. എവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പുതിയ മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ബേസിക്കലി ഗവൺമെന്റിന്റെ റെഫറൻസ് ആയിട്ട്, ഇത് തൊട്ട് മുമ്പത്തെ വർഷത്തെ റെഫറൻസ് ആയിട്ട് പെർട്ടിക്കുലർ ഗ്രോത്ത് റേറ്റിന്റെ ഡാറ്റ ഒന്നുമില്ല. വൈ? സി അതുവരെ വേറെ ഒരു പെർട്ടിക്കുലർ ബേസ് ഇയർ തന്നെ വേറെ ആയിരുന്നു. 2003, 2004 ആയിരുന്നു ബേസ് ഇയർ. ആ ഒരു ടൈമിൽ 2015-ലാണ് 2011-12 ബേസ് ഇയർ ആക്കി കൊണ്ടുവന്നത്. സോ അങ്ങനെ ഒരു സിനാരിയോയിൽ ബേസ് ഇയർ വേറെ ആയതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ കുറച്ച് മെക്കാനിസം ലൈക്ക് MCA 21 പോലത്തെ പുതിയ ന്യൂ ഡാറ്റ കൊണ്ടുവന്നെ ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഓഫ് കാൽക്കുലേഷനായിട്ട് കമ്പയർ ചെയ്യാൻ പ്രീവിയസ് ഇയേഴ്സിന്റെ ഡാറ്റ ഒന്നും നമ്മുടെ കയ്യിലില്ല. സോ വാട്ട് ദ ഗവൺമെന്റ് അല്ലെങ്കിൽ നീതി, നോട്ട് ദ ഗവൺമെന്റ്, ബേസിക്കലി നീതി ആയോഗിന്റെ അണ്ടർ ദ നീതി ആയോഗ് വാട്ട് വാസ് ഡൺ ഇസ് ഈ ഒരു പെർട്ടിക്കുലർ മെക്കാനിസം വെച്ചിട്ട് ഇതിനെ തിരിച്ച് പുറകിലോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തു. വിച്ച് മീൻസ് ഈ ഒരു പെർട്ടിക്കുലർ മെക്കാനിസം വെച്ചിട്ട് ഈ ബേസ് ഇയർ വെച്ചിട്ട് MCA 21 അങ്ങനെ മെക്കാനിസം വെച്ചിട്ട് 2004 തൊട്ട് 2014 വരെയുള്ള ബേസിക്കലി GDP ഡാറ്റനെ റീകാൽക്കുലേറ്റ് അതായത് ഒന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്തു യൂസിങ് ദീസ് മെത്തേഡ്സ്. സോ ഇഫ് യു ഗൈസ് റിമെമ്പർ 2004 to 2014 എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്ന സമയം. There are at least 4 times where India basically touched 9% ഗ്രോത്ത് റേറ്റ് എന്നൊക്കെ ക്ലെയിം ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സിനാരിയോയിൽ പുതിയ മെക്കാനിസം വെച്ച് വാട്ട് ദ നീതി ആയോഗ് അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡി ഡിഡ്
ഇസ് ബേസിക്കലി ഈ ഒരു മെക്കാനിസം ഇതിന് എല്ലാം പുറകിലോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തപ്പോൾ ബേസിക്കലി വി ഗോട്ട് ടു നോ ദാറ്റ് ശരിക്കും പറഞ്ഞ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് വാസ് നെവർ 9%. ഇറ്റ് വാസ് അറ്റ് എ ലെസർ പെർസെന്റേജ്. വൈ? ബിക്കോസ് 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ ആ ഒരു എഫക്ട് കാരണം ശരിക്കും 9% ഗ്രോത്ത് റേറ്റ് ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. It was somewhere around 6 to 7% something. See clearly, now this stirred up a controversy. എന്തുകൊണ്ട് ഒരു controversy? If you look at this, 2004 to 14 was basically the time frame of the two UPA governments, 2004 to 9, 9 to 14. 14 തൊട്ടാണ് ശരിക്കും പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റ് വരുന്നത്. സോ ബേസിക്കലി ഇവിടെ എന്താ സംഭവിച്ചത്? UPA ഗവൺമെന്റ് ഇത്രയും ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്ന ദ ഫെയിംഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇല്ലെന്നാണ് ശരിക്കും പറഞ്ഞ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. So basically, it created a tiff, അല്ലെങ്കിൽ it created a struggle between the two parties, and that remained a controversy. So അത് ഇപ്പോഴും എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്നൊന്നും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഗേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. ദിസ് ഇസ് കോൾഡ് ബാക്ക് സീരീസ് ഡാറ്റ. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂ മെക്കാനിസം വെച്ച് ഇതിനെ ബാക്കിലോട്ട് എക്സ്ട്രാപൊലേറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഡാറ്റ കണ്ടുപിടിക്കുക. വൈ? ബേസിക്കലി ഇറ്റ് വാസ് ഡൺ ഫോർ കമ്പാരിസൺ പർപ്പസ്, ബട്ട് ഇറ്റ് സ്റ്റിർഡ് അപ്പ് എ കോൺട്രവേഴ്സി. Now coming to the main part. So നമ്മൾ GDP എന്താന്ന് പറഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. Now the main thing is നമ്മൾ ഈ കാണുന്ന ന്യൂസ് പേപ്പറിൽ കാണുന്ന ഈ 6%, these numbers, these figures, what are we talking about? So basically ഈ ഇൻകം എന്ന് പറയുന്ന സാധനം, as in this income of a country is basically calculated by Central Statistical Organization, which comes under the Ministry of Statistics and Program Implementation. Okay, it comes under the Ministry of Statistics and Program Implementation, and it is calculated by Central Statistical Organization. So നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഇസ് യൂഷ്വലി 1 year, ബട്ട് ഫോർ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഫോർ റെഫറൻസസ് നമ്മൾ ഓരോ ക്വാർട്ടേഴ്സും, അതായത് 3 months കൂടുമ്പോൾ ഉള്ള 4 quarters നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ ബേസിക്കലി ഇയർലി ഇൻകം എന്ന് പറയുന്നത് റഫ്ലി ബൈ May, നമുക്കറിയാം മാർച്ച് 31 ആകുമ്പോഴത്തേനും ഓരോ ഫിനാൻഷ്യൽ ഇയറും തീരും. അതിനുശേഷം ഏപ്രിൽ എൻഡ് ആകുമ്പോഴത്തേനുമാണ് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഇയറിലെ ഇൻകം അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. സോ ബേസിക്കലി ദർ ഇസ് എ ഡിലേ ഓഫ് 2 months. ദർ ഇസ് എ ഡിലേ ഓഫ് 2 months ബിറ്റ്വീൻ ദ ഇയർ എൻഡ് ആൻഡ് ദ റിലീസ് ഓഫ് ദ നാഷണൽ ഇൻകം. ഇതേപോലെ തന്നെ ഓരോ ക്വാർട്ടേഴ്സിലും, അതായത് ലെറ്റ്സ് സേ ഏപ്രിൽ തൊട്ടാണെങ്കിൽ ജൂൺ 30th 3 monthsന്റെ ഒരു ക്വാർട്ടറിൽ, ജൂൺ കഴിഞ്ഞിട്ടുള്ള 2 months ജൂലൈ ഓഗസ്റ്റ് എൻഡോടെ ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ക്വാർട്ടറിന്റെ ഇൻകം അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് മീൻസ് ദർ ഇസ് ഓൾവേസ് എ ഡിലേ ഓഫ് 2 months and it is calculated by CSO. Now എന്താണ് ഈ ഗ്രോത്ത് റേറ്റ്? സി നമ്മൾ നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞത് ഒരു പ്രൊഡക്റ്റ് ഉള്ള ഒരു എക്കണോമിയുടെ കേസിലാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ലെറ്റ്സ് സേ അസ്യൂം 100 rupees ആണ് ആ എക്കണോമിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻകം വാട്ട് എവർ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നൗ 100 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നെക്സ്റ്റ് ഇയർ മേ ബി 110 ആകാം, അല്ലെങ്കിൽ 100 തന്നെ ആകാം, 110 ആകാം. അഗൈൻ ഇറ്റ് ഗോസ് ഓൺ ഇൻക്രീസിംഗ് 120, 150 and then 160. സോ ഇതൊക്കെയാണ് ഓരോ ഇയർ. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ. ഓരോ വർഷവും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു എക്കണോമിയുടെ, ഈ ഒരു പെർട്ടിക്കുലർ എക്കണോമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് കൂടുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഇൻകം ഔട്ട്പുട്ട് കൂടുകയാണ്. 100 ആയിരുന്നത് 110 ആയി, വിച്ച് മീൻസ് 10ന്റെ ഒരു ഇൻക്രിമെന്റ് ഉണ്ട്. സോ ഒരു ഗ്രാഫ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ ലുക്ക് അറ്റ് ദിസ്, ഇറ്റ്സ് 10% കൂടി. അതേപോലെ 110 120 ആകുമ്പോഴത്തേനും ലെസ് ദാൻ 10 ആണ്, ബട്ട് സംവെയർ കുറച്ചും കൂടെ ഇറ്റ്സ് സ്റ്റിൽ ഇൻക്രീസിങ്. സോ ബേസിക്കലി ദ ഇൻകം അല്ലെങ്കിൽ ദ ഔട്ട്പുട്ട് ഓഫ് എൻ എക്കോണമി ഇൻക്രീസിംഗ് ഇസ് വാട്ട് യു കോൾ യുവർ ഗ്രോത്ത്. ഇത് എത്രത്തോളം ശതമാനം ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് ഇസ് കോൾഡ് യുവർ ഗ്രോത്ത് റേറ്റ്. ഈ കേസിൽ 100ൽ നിന്ന് 110 ആദ്യത്തെ വർഷം, ലെറ്റ്സ് സേ 2019 നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 ആയിരുന്നു, 2020 അത് 110 ആണെങ്കിൽ വിച്ച് മീൻസ് ദർ ഇസ് എ ഗ്രോത്ത് ഓഫ് 10%. എങ്ങനെ 10%? 100 to 110, which means increase of 10 from 100, okay, into 100. So basically there's a growth of 10%. Okay, so ഈ 10% ആണ്, it is growing. ഇതേപോലെ it's still growing, but നിങ്ങൾ നോക്കേണ്ടത് 110ൽ നിന്ന് 120 ആയി, 120ൽ നിന്ന് 150. So there is a slight increase. നമ്മൾ ഈ കാണുന്ന ഓരോ കേസിലും ന്യൂസ് പേപ്പറിൽ കാണുന്ന ഓരോ എക്സാമ്പിൾ, ലെറ്റ്സ് സേ 1% അല്ലെങ്കിൽ 5% എന്ന് പറയുമ്പോൾ, see
അല്ലെങ്കിൽ എക്കണോമിയുടെ ഗ്രോത്ത് റേറ്റ് 8% 5% ആകുമ്പോൾ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമി ഈസ് സ്റ്റിൽ ഗ്രോയിങ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദ എക്കണോമി ഹാസ് സ്റ്റോപ്പ് ഗ്രോയിങ്. എക്കണോമിയുടെ ഇൻകം ഓരോ കൊല്ലം കഴിയുമ്പോഴും കൂടി തന്നെ വരികയാണ്. ബട്ട് പണ്ട് 8% ആയിരുന്നു ഇൻക്രീസ് എങ്കിൽ, വിച്ച് മീൻസ് പണ്ട് ഒരു സ്റ്റാർക്ക് ഇൻക്രീസ് ആയിരുന്നു, സ്റ്റീപ്പ് ഇൻക്രീസ് ആയിരുന്നെങ്കിൽ ഇപ്പം അത്രയും സ്റ്റീപ്പ് അല്ല ഇൻക്രീസ്. ഇറ്റ്സ് മോർ ഗ്രേഡിയൻ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സ്റ്റീപ്പ് ഇൻക്രീസിനേക്കാൾ ഇപ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് വൈ വി സേ the growth rate is decreasing, which means the economy is still growing but at a lesser rate, at a slower rate. That is the idea. Okay, now let's say it is not necessary that either economy ingane grow cheyidonde irikkanam. There can be a possibility, let's say e 100 next year becomes 90. Now here it is not growing, അല്ലെങ്കിൽ the economy is not expanding, it is contracting. അതായത് എക്കണോമിയുടെ ഔട്ട്പുട്ട് കുറഞ്ഞു വരികയാണ്. സോ അതേപോലെ ലെറ്റ്സ് സേ ഫോർ 2 successive quarters, നമ്മൾ പറയുന്നു ഓരോ ഫിനാൻഷ്യൽ ഇയർ ഹാസ് 4 quarters of 3 months each. അങ്ങനെ ഏതെങ്കിലും 2 continuous quartersൽ ദ എക്കണോമിയുടെ ഗ്രോത്ത് കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് എക്കണോമിയുടെ ഔട്ട്പുട്ട് കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ റിസഷൻ. എക്സാമ്പിൾ യോ 2008 ഗ്ലോബൽ എക്കണോമിക് റിസഷൻ. അതായത് 2 successive quarters, which means 3 months and 3 months, totally 6 months, over a span of 6 months നിങ്ങളുടെ എക്കണോമിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണ് കണ്ടിന്യൂസ്ലി, which means it's a global recession. Example year 2008. Now more than this 2 quarters, which means more than 6 months continuously, if the economy is contracting, അതായത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരുവാണെങ്കിൽ അതിനർത്ഥം the economy slips into a depression from recession. So these are 2 different terms. 2008 ഒരിക്കലും അതൊരു ഡിപ്രഷൻ ആയിരുന്നില്ല, that was a recession. We recovered from that. But 2 continuous quartersനേക്കാൾ കൂടുതൽ if it contracts, it means it's a depression. ഇതിന്റെ ഏറ്റവും എക്സാമ്പിൾ, മോസ്റ്റ് റീസെന്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 1913 ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് US. Okay, so that is what you call a depression. So normal scenario നിങ്ങൾ ഗ്രോത്ത് റേറ്റ് നമ്മൾ പറയുമ്പോൾ ആ ഗ്രോത്ത് സ്റ്റിൽ ഇൻക്രീസിങ്, അതായത് നമ്മുടെ ഔട്ട്പുട്ട് ഇപ്പോഴും കൂടിക്കൊണ്ട് തന്നെ ഇരിക്കണം. There is no change. But what is happening is the rate at which it is increasing, that is decreasing. What you see in your newspapers as GDP rate decreases to 4%, GDP at market prices essentially. അതിനെ simplified ആയിട്ട് it's understood that is GDP. ആ ഒരു റേറ്റാണ് നമ്മളിവിടെ പറയുന്നത്. So basically ഈ ഒരു ഗ്രോത്ത് റേറ്റ് വെച്ചിട്ടാണ് നമ്മുടെ കമ്പാരിസൺ. Now just out of a topic, but just so that you can link it, GDP എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ റെലവൻസ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം കാര്യമായിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്? See, it has multiple benefits. If you look at this, let's say ഒരു GDP, let's say നമ്മൾ ഒരു 2004 to 14 ടൈമിൽ 9% ഗ്രോ ഒക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അതായത് നമ്മുടെ കൺട്രി, നമ്മുടെ എക്കണോമി ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 9%. റൗണ്ട് ഫിഗർ ആക്കിയ 10%, വിച്ച് മീൻസ് 100 ആയിരുന്ന ഒരു ഔട്ട്പുട്ട് അത് 110 ആകുകയാണ്, which further means കൂടുതൽ പ്രൊഡക്ഷൻ ഇൻ ടേൺ ഇംപ്ലൈസ് അതിനുവേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആൾക്കാരെ വേണം, which translates to more employment. When more employment happens, which means example എനിക്കോ നിങ്ങൾക്കോ ഇപ്പോൾ എക്സാമ്പിൾ പുതിയൊരു ജോലി കിട്ടുകയാണ്, for why? To produce more. അങ്ങനെ ജോലി കിട്ടുമ്പോൾ obviously I get my salary. When I get my salary, it means my purchasing power increases. Purchasing power എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് മേടിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി, like probably പണ്ട് ഒരു 100 രൂപയുടെ ഷർട്ടാണ് മേടിക്കുന്നെങ്കിൽ you will probably buy a 500 rupees shirt now. Why? Because you have your salary. See, that is what the changes. അങ്ങനെ പർച്ചേസിംഗ് പവർ കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനിത് മാർക്കറ്റിൽ പോയി കുറച്ചും കൂടെ കൂടുതൽ എൻ്റെ ആവശ്യങ്ങൾ കൂടും, അല്ലെങ്കിൽ ഐ സ്റ്റാർട്ട് സ്പെൻഡിങ് മോർ. വൺസ് ഐ സ്റ്റാർട്ട് സ്പെൻഡിങ് മോർ, അതിനർത്ഥം എന്താണ്? ദർ ഇസ് ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്, അതായത് ആൾക്കാർ മാർക്കറ്റിൽ ഉണ്ട് മേടിക്കാൻ വേണ്ടി. വിച്ച് ഫർദർ മീൻസ് കുറെ ആൾക്കാർ അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സ് ദേ സെറ്റ് അപ്പ് ന്യൂ കമ്പനീസ് ഓർ ന്യൂ ഇൻഡസ്ട്രീസ്. അതായത് അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ പുതിയ ഇൻഡസ്ട്രീസ് കൊണ്ടുവരും. അങ്ങനെ ഒരു പുതിയ ഇൻഡസ്ട്രീസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വീണ്ടും പ്രൊഡക്ഷൻ കൂടും. ഇഫ് യു സീ, ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു സൈക്കിളാണ്. അതായത് ഗ്രോത്ത് കൂടുന്നത് എന്ന് പറയുന്നത് ഒരു റിക്വസിറ്റ് ആണ്. എന്തിനൊക്കെ? കറസ്പോണ്ടിംഗ്ലി എംപ്ലോയ്മെന്റ് കൂടും, കറസ്പോണ്ടിംഗ്ലി പ്രൊഡക്ഷൻ കൂടും, കറസ്പോണ്ടിംഗ്ലി പർച്ചേസിംഗ് പവർ കൂടും, വീണ്ടും ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടുമ്പോൾ വീണ്ടും പ്രൊഡക്ഷൻ കൂടും. ദിസ് ഇസ് എ സൈക്കിൾ. ഇതാണ് ഗ്രോത്തിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രോത്ത് റേറ്റ് നമ്മൾ ബേസിക്കലി ഇസ് ടേക്കൺ ആസ് എ മെഷർ. എന്തിനാണ്? ഒരു എക്കണോമിയുടെ വെൽബീങ് അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ വെൽബീങ്. നൗ ഏതൊരു കൺട്രിയുടെ വെൽബീയിങ്ങിനും ഒബ്വിയസ്ലി ഗ്രോത്ത് റേറ്റ് കൂടുതലാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേസിന്റെ അകത്ത് വി ഹാവ് കഴിഞ്ഞ ഒരു പാസ്റ്റ് 1 decade നോക്കുകയാണെങ്കിൽ വി ഹാഡ് ഇംപ്രസീവ് ഗ്രോത്ത് റേറ്റ് 7%, 6.9, 7%, which is very decent considering
how large an Indian economy is. So ഒരു 2.5 approximately trillion economy എന്ന് പറയുന്ന ഇന്ത്യയുടെ എക്കണോമി അറ്റ് എ റേറ്റ് ഓഫ് 5 or 6% ഗ്രോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എത്രത്തോളം ഹ്യൂജ് ആണ് ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യനെ വിശേഷിപ്പിക്കുന്നത് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമീസ്. സി ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാക്കി എക്കണോമീസ് ഒക്കെ 6%-നേക്കാൾ താഴെ. ദർ ആർ സ്മോളർ എക്കണോമീസ് ലൈക്ക് മേ ബി സേ ബില്യൺസിലുള്ള എക്കണോമീസ്, ദേ മേ ബി ഗ്രോയിങ് അറ്റ് ബിഗർ റേറ്റ്. ബട്ട് ഇത്രയും ഹ്യൂജ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു എക്കണോമി ഈസ് ഗ്രോയിങ് അറ്റ് ദിസ് റേറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. അത്രയും വലിയ ഗ്രോത്ത് റേറ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. ബട്ട് ദ പ്രോബ്ലം ഇസ് ഇത്രയും ഗ്രോത്ത് റേറ്റ് ഉണ്ടായിട്ടും വി ഓൾറെഡി സെറ്റ് എംപ്ലോയ്മെന്റ് ഉണ്ട്, ഇതുണ്ട്, അതുണ്ട്, കംസ് ഔട്ട് ടു ഡിഫറെന്റ് തിങ്സ്. ബട്ട് എന്നിട്ട് പോലും ഇന്ത്യയിൽ obviously you can see even now 25% of the world's poor are in India. Roughly 28% ആണ് recent human development report അനുസരിച്ച് 28% of the world's poor are in India as per till 2017 if I'm not wrong. But 2005 or 2006 to 2017 roughly around a period of 10 years നമ്മൾ 55%-ൽ നിന്ന് 28% വരെ നമ്മുടെ പോവർട്ടിയുടെ കുറച്ചുകൊണ്ട് കൊണ്ടുവന്നു. ബട്ട് സ്റ്റിൽ വി ഹാവ് 28%. സോ ക്ലിയർലി ഗ്രോത്ത് റേറ്റ് ഇസ് നോട്ട് ട്രാൻസ്ലേറ്റിംഗ് ടു റിഡക്ഷൻ ഇൻ പോവർട്ടി. ഇവിടെയാണ് നമ്മുടെ നെക്സ്റ്റ് കോൺസെപ്റ്റ് വരുന്നത്, വിച്ച് ഇസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്.